Hello everyone, welcome to Anish Tech Talks. നമ്മളൊരു സാധാരണ സ്മാർട്ട് ഫോണിനെ എങ്ങനെ വെബ്കാം ആയിട്ട് യൂസ് ചെയ്യാം എന്നാണ്. കാരണം ഈ സമയത്ത് എല്ലാവർക്കും വെബ്കാമിൻ്റെ ആവശ്യമുള്ളതാണ്. ഓൺലൈൻ സ്റ്റഡീസായി മീറ്റിംഗ് എല്ലാവർക്കും വെബ്കാം വേണം. ഡെസ്ക്ടോപ്പ് ഉള്ളവർക്ക് വെബ്കാം സെപ്പറേറ്റ് മേടിച്ചേ പറ്റും. ലാപ്ടോപ്പ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ എൻട്രി ലെവൽ ലാപ്ടോപ്പിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ജസ്റ്റ് ഒരു പേരിനൊരു വെബ്കാം എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, ക്വാളിറ്റി കുറവായിരിക്കും. പക്ഷെ നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണുകളെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ, അതായത് വീഡിയോ ക്വാളിറ്റി അത്യാവശ്യം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ വെബ്കാമായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ അത് എങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ചധികം ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. ആൻഡ്രോയിഡിൽ നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അവിടെ Webcam എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, നമുക്ക് സെർച്ച് ചെയ്യാം. ഈ Webcam വെബ്കാം എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഫോണിന് ഡെവലപ്പർ മോഡ് ഡെവലപ്പർ മോഡ് എനേബിൾ ചെയ്യണം. അതിനായിട്ട് ഫോണിൻ്റെ സെറ്റിംഗ്സിൽ ചെല്ലാം. ഇവിടെ എബൌട്ട് ഫോണിൽ ചെല്ലാം. ഇവിടെ ബിൽഡ് നമ്പർ എന്ന് കണ്ടില്ലേ, ഇവിടെ നമ്മൾ 2-3 വട്ടം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മെസ്സേജ് വരും. യു ആർ എബൌട്ട് ടു എനേബിൾ ദ ഡെവലപ്പർ മോഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും. ഒരു 7-6 വട്ടം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എനേബിൾ ആവും. അത് കഴിഞ്ഞ് നമുക്ക് ബാക്ക് ചെന്നിട്ട് ഇവിടെ സെറ്റിംഗ്സിൽ അഡീഷണൽ സെറ്റിംഗ്സ് എടുക്കുക. ഇവിടെ നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഡെവലപ്പർ ഓപ്ഷനിൽ നമുക്ക് താഴേക്ക് കുറച്ച് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ USB ഡിബഗിംഗ് എന്ന് കണ്ടില്ലേ, ഇത് ഡിഫോൾട്ടായിട്ട് ഓഫ് ആയിരിക്കും. ഇത് നമുക്ക് എനേബിൾ ചെയ്യണം. ഇത് എനേബിൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് ഫോണിലേക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫോണിലെ സെറ്റിംഗ്സ് നമുക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. അതായത് നമ്മുടെ ഫോണും നമ്മുടെ കമ്പ്യൂട്ടറും തമ്മിൽ കണക്ട് ചെയ്യാനുള്ള ഈ സോഫ്റ്റ്വെയർ തമ്മിൽ കണക്ട് ചെയ്യാനുള്ള അവരുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ബ്രൗസർ എടുത്തിട്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടെ നിന്ന് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അവിടെ നമുക്ക് Webcam ഈ Webcam PC എന്ന് ടൈപ്പ് ചെയ്ത് തന്നെ ഫസ്റ്റത്തെ ലിങ്ക് അവരുടെ വെബ്സൈറ്റ് ആണ്. വെബ്സൈറ്റിൽ ചെല്ലാം. ഇവിടെ അവരുടെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ഫോർ വിൻഡോസ് ക്ലിക്ക് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യാം. ചെറിയ സോഫ്റ്റ്വെയർ ആണ്, 17 MB ആണുള്ളത്. നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് നമുക്ക് വയർലെസ് ആയിട്ട്, അതായത് കേബിൾ ഇല്ലാതെ യൂസ് ചെയ്യാം. അതുപോലെ USB കേബിൾ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം. പക്ഷെ കേബിൾ ഇല്ലാതെ യൂസ് ചെയ്യുമ്പോൾ എന്താ കുഴപ്പമില്ല, ചിലപ്പോൾ ലാഗ് വരാൻ സാധ്യതയുണ്ട്, കാരണം വയർലെസ് വഴി വരുമ്പോൾ. അപ്പോൾ ഏറ്റവും ബെറ്റർ നമ്മൾ വെബ്കാമായിട്ട് യൂസ് ചെയ്യുമ്പോൾ USB വഴി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയും USB വഴി കണക്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഇൻസ്റ്റാളേഷൻ ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് റണ്ണ് ടിക്ക് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യാം. അപ്പോൾ സോഫ്റ്റ്വെയർ നമുക്ക് ഓപ്പൺ ആവും. ഇനി നമ്മുടെ ഫോണ് കമ്പ്യൂട്ടറായിട്ട് നമ്മുടെ ഡാറ്റ കേബിൾ വഴി കണക്ട് ചെയ്യാം. ഇനി നമുക്ക് കേബിൾ കണക്ട് ചെയ്യാം, അതായത് കമ്പ്യൂട്ടറും ഫോണും തമ്മിലുള്ള ഈ ഡാറ്റ കേബിൾ കണക്ട് ചെയ്യാം. ഇവിടെ ട്രാൻസ്ഫർ ഫയൽ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ഫോണിൽ Webcam ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ USB ഡിബഗിംഗ് ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഓൾവേസ് അലോ ദിസ് കമ്പ്യൂട്ടർ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം. ഇനി ഫോണിൽ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ കാണാം ഫോണിലെ ഡിസ്പ്ലേ തന്നെ അവിടെ ഓൺ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബാക്ക് ക്യാമറയാണ് ഓൺ ആയിരിക്കുന്നത്. ഇപ്പോൾ ക്യാമറ ഓൺ ആയിട്ടുണ്ട്. ഇനി ഇത് ഈ
അപ്പോൾ ഈ ക്യാമറ നമുക്ക് വെബ് ക്യാം ആവശ്യമുള്ള ഏത് ആപ്ലിക്കേഷൻ ആയാലും ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം നമുക്ക് ഫോണിൽ ടാപ്പ് ചെയ്ത് ഫോക്കസ് ചെയ്ത പോലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഫോക്കസ് ആവും. അതുപോലെ ഇതിൽ സെറ്റിങ്സിൽ നമുക്ക് ഇവിടെ നോക്കി കാണാം. ഈ സെറ്റിംഗ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫ്ലാഷ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഷ് ഓപ്പൺ ആവും. അതുപോലെ ഫോണിൻ്റെ മാനുവൽ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് മാനുവൽ കൺട്രോൾ എനേബിൾ ചെയ്യാം. അതുപോലെ ഇപ്പോൾ നമുക്ക് ഫേസ് ഒക്കെ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്യൂട്ടിഫൈ ചെയ്യും. നമ്മുടെ ഫോണിൽ ക്യാമറയിൽ ബ്യൂട്ടിഫൈ എന്നുള്ള ഓപ്ഷനിൽ പോലെയാണ് ഈ ഓപ്ഷൻ വരുന്നത്. ഇത് നമുക്ക് ഇപ്പോൾ ഫോണിൽ ഇരിക്കുന്ന രീതി ശരിയല്ല. ഇപ്പോൾ നമുക്ക് ഇത് ഇതാണല്ലേ, ഇപ്പോൾ ഡിസ്പ്ലേ ഇരിക്കുന്നത് തിരിഞ്ഞിട്ടാണ്, തലതിരിഞ്ഞിട്ടായിരിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആവും. അതുപോലെ ഇത് ഫ്ലിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് മിററായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിററാവും. അതുപോലെ ഫ്രണ്ട് ക്യാമറ സ്വിച്ച് ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യാം. അത്രയേ ഉള്ളൂ ഇതിൻ്റെ സെറ്റിങ്സിൽ. ഇനി ഇത് നമുക്ക് വർക്ക് ചെയ്യണമെന്ന് നോക്കാം ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ. അതിനായിട്ട് ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഓൺലൈനിൽ ഗൂഗിളിൽ മീറ്റപ്പിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം കിട്ടുന്നുണ്ടെന്നുള്ളത്. അവിടെ start a meeting. ഇവിടെ ക്യാമറയുടെ വിൻഡോ ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇത് സെറ്റിങ്സിലേക്ക് പോകാം. അത് ക്യാമറ സെലക്ട് ചെയ്യാനായിട്ട് അവിടെ വീഡിയോ, ഇതിൽ നമ്മുടെ ക്യാമറയുടെ പേര് E2 സോഫ്റ്റ് IV ക്യാം. ഇതിവിടെ വന്നിട്ടുണ്ട്. ഇതുപോലെ ഏത് വെബ് ക്യാം ആവശ്യമുള്ള ഏത് സോഫ്റ്റ്വെയർ ആയാലും ഇത് വർക്ക് ചെയ്യും. ഇനി നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് വെബ് ക്യാം പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ iRuin 4K വെബ് ക്യാം ഫോർ PC കണ്ടില്ലേ, ഇത് സെലക്ട് ചെയ്യാം, ഇൻസ്റ്റാൾ കൊടുക്കാം. അതുപോലെ ഇവരുടെ ഇപ്പം നമുക്ക് ഇതിൽ സോഫ്റ്റ്വെയർ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യാം ഇവരുടെ സോഫ്റ്റ്വെയർ. Webcam for Windows ഓപ്പൺ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, നമ്മുടെ ഈ സോഫ്റ്റ്വെയർ ഇതപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് അത് നമുക്ക് കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്യാം. അതുപോലെ ഫോണിലും ആ ക്യാമറ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അതിൻ്റെ ഇൻഫർമേഷനാണ് വരുന്നത്. അതായത് ഫോണിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സോഫ്റ്റ്വെയർ നമുക്ക് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ള ഇൻഫർമേഷനാണിത്. നമുക്ക് ഡു നോട്ട് ഷോ കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കാം. അല്ലേ, കണക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി സെലക്ട് ചെയ്യാം. നമുക്ക് ഏത് ക്വാളിറ്റി വേണ്ടതെന്ന് വെച്ചാൽ ആ ക്വാളിറ്റി കൊടുക്കാം. ഇനി ഇതും നമുക്കിതുപോലെ ഗൂഗിൾ മീറ്റിൽ യൂസ് ചെയ്യാം. Start a meeting.
ഇവിടെ നമ്മൾ ചിലപ്പോൾ നേരത്തെ കണക്ട് ചെയ്ത ക്യാമറ, അതായത് നമ്മൾ നേരത്തെ ഏതാണോ ക്യാമറ സെലക്ട് ചെയ്തിരുന്നത് അതാണ് അത് ഡിഫോൾട്ടായിട്ട് കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് നമുക്ക് മാറ്റാനായിട്ട് നമുക്ക് മോഡ്സ് ഓപ്ഷൻസ് എടുക്കുക, സെറ്റിങ്സ് എടുക്കുക. ഇവിടെ വീഡിയോയിൽ ചെന്നിട്ട് ഈ ക്യാമറ E2E സോഫ്റ്റ് മാറ്റിയിട്ട് ഐറുവിൻ ആക്കാം. ഡൺ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. 2 സിമ്പിൾ ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന്, അതായത് നിങ്ങളുടെ പ്രൊഫഷണലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെയായാലും. അപ്പോൾ ഇതാണ് 2 ആപ്ലിക്കേഷൻ. വേറെയും കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്, പക്ഷേ എനിക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടും എളുപ്പമായിട്ടും തോന്നിയത് ഈ 2 ആപ്ലിക്കേഷനാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.